വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയില്ലേ അമ്മ പറഞ്ഞില്ലേ ഇന്നലെ നമുക്ക് കളക്ടറെ കാണാൻ പോവാമെന്ന്. അമ്മ വാ വാ പോകാമെന്നും പറഞ്ഞ് വിഷ്ണു വന്നെന്ന് വിളിക്കുകയാണ്. അന്നേരം പിള്ളേന്നിങ്ങനെ സത്യഭാമ വിളിക്കുമ്പോൾ കാർ എടുക്കാനാണെങ്കിൽ ഞാൻ എടുക്കാമല്ലോ, എന്തിനാ പിള്ള എന്ന് ചോദിക്കുന്നുണ്ട്. വീണ്ടും സത്യഭാമ പിള്ളയെ വിളിക്കുമ്പോൾ പിള്ള വരികയാണ്. തുടർന്ന് കളക്ടർ എന്താ പറഞ്ഞതെന്ന് സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം കളക്ടറെ കാണാനായിട്ട് പറ്റിയില്ല, PA ആണ് കണ്ടത്. ഒരാഴ്ചത്തേക്ക് അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല, പ്രോഗ്രാം എല്ലാം ചാർട്ട് ചെയ്തിരിക്കുകയാണ്, കാണാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അയ്യോ അതെങ്ങനെ ശരിയാവുമെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് ആകെ ടെൻഷനിലാണ്. അന്നേരം ഒരാഴ്ച കഴിഞ്ഞ് കാണാമല്ലോ എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ആകെ അങ്ങ് ഇമോഷണലാവുകയാണ്. അതെങ്ങനെ ശരിയാവും, അമ്മയുടെ ജീവൻ രക്ഷിച്ച ആളല്ലേ, ഒരു നന്ദി വാക്കി പറയണ്ടേ, അവരതൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല, പക്ഷേ നമ്മളത് അറിഞ്ഞു എന്നും ആ ഒരു നന്ദി അമ്മ പറയേണ്ടത് നമ്മുടെ ഒരു കടമയല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങ് വികാരധീനനായിട്ട് വിഷ്ണു സംസാരിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ അങ്ങ് വെപ്രാളമൊക്കെ കാണിച്ചാണ് വിഷ്ണു സംസാരിക്കുന്നത്. അന്നേരം വിഷ്ണുവിൻ്റെ വെപ്രാളമൊക്കെ കണ്ടിട്ട് സത്യഭാമയും രാഘവൻ നായരും പൊന്നിയും ശ്യാമയും ഒക്കെ അങ്ങ് പിള്ളയൊക്കെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് പറയുന്നുണ്ട്, അമ്മ ഒരു നന്ദി വാക്കല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ, 1 കോടി രൂപയൊന്നും അല്ലേ കൊടുക്കേണ്ടത്, ജസ്റ്റ് ഒരു നന്ദി വാക്കല്ലേ, അതിപ്പോൾ നമുക്ക് പോയി കണ്ട് പറയാമെന്നൊക്കെ പറയുകയാണ്. തുടർന്ന് പിള്ളയോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ പിള്ള ചേട്ടൻ ഒന്ന് പറഞ്ഞ് എന്നെ മുഖപരിചയം പോലും ഇല്ല, എന്നിട്ട് എന്നെ ലോക്കപ്പിൽ നിന്നും ഇറക്കി എൻ്റെ മേലുള്ള എല്ലാ കേസും അങ്ങ് തേച്ച് മാച്ച് കളഞ്ഞു, സത്യാമ്മയ്ക്ക് തോക്കിൻ്റെ ലൈസൻസ് വരെ കൊടുത്തു അമ്മയ്ക്ക്, ഇതൊക്കെ അവർ ചെയ്തില്ലേ, കളക്ടറെ കൊണ്ട് ഇത്രയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പപ്പിയോടായി സംസാരം വിഷ്ണുവിൻ്റെ. പപ്പി മോളെ നീ കേട്ടില്ലേ, വിഷ്ണു അച്ഛൻ്റെ ഹോട്ടലിന് പിന്നെ ആ ഭൂമിക്ക് സ്റ്റേ തന്നില്ലായിരുന്നെങ്കിൽ കോർപ്പറേഷൻകാരിപ്പോൾ ഇടിച്ചു നിരത്തി ശ്മശാനം ഉണ്ടാക്കിയാണ്, എൻ്റെ സത്യാമ്മ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ എന്നൊക്കെ പറയുമ്പോൾ എടാ നീ എന്തിനാടെ കൊച്ചുകുട്ടിയോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് രാഘവൻ ചോദിക്കുകയാണ്. അന്നേരം അയ്യോ എന്നും പറഞ്ഞ് വിഷ്ണുവിന് പെട്ടെന്നങ്ങ് ബോധം വരികയാണ്. തുടർന്നും പറയുന്നുണ്ട്, 1 മാസത്തേക്ക് ഒരാഴ്ചത്തേക്കൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി കളക്ടറെ വിളിക്കാമല്ലോ എന്ന്. അന്നേരം ഇനിയിപ്പോൾ എന്ത് ഫംഗ്ഷൻ ഉണ്ടാക്കുക എന്നിങ്ങനെ സത്യാമ്മ ചിന്തിക്കുകയാണ്. അന്നേരം പിള്ള പറയുന്നുണ്ട്, അത് ശരിയാണ്, ഒരു ഫംഗ്ഷന് ക്ഷണിച്ചാൽ 5-10 മിനിറ്റൊക്കെ അവർ മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ വല്ല അത്യാഹിതമോ ആപത്തോ ഒക്കെ വരണമെന്ന് പറയുകയാണ്. അന്നേരം ആർക്കും അവിടെ അത്യാഹിത ആപത്ത് എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് മുറുമുറുക്കുകയാണ്. തുടർന്ന് പിന്നെ പിള്ളയല്ല സത്യഭാമ പറയുന്നുണ്ട്, 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹോട്ടലിൻ്റെ ആനിവേഴ്സറി ഉണ്ടല്ലോ അതിന് ക്ഷണിക്കാമായിരുന്നു എന്ന്. അന്നേരം 1 മാസം എന്തിനാ കാത്തിരിക്കുന്നത്, അത് സെപ്റ്റംബർ 19 നമുക്ക് ആഗസ്റ്റ് 19 അങ്ങോട്ട് വിളിക്കാം, നമ്മുടെ ഹോട്ടലിൻ്റെ വാർഷികമല്ലേ, ആരാ ഇപ്പോൾ ചോദിക്കാൻ വരുന്നത്, നമുക്ക് പെട്ടെന്ന് അങ്ങ് നടത്താമെന്ന്. അന്നേരം അതൊക്കെ ഗ്രാൻഡായിട്ട് നടത്താൻ വെച്ചിരിക്കുന്നതല്ലേ, പെട്ടെന്ന് ഇടിപിടിയെന്ന് എങ്ങനെയാണെന്ന് ഭാമയും രാഘവൻ നായരൊക്കെ ചോദിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ നടക്കുമെന്ന് പിള്ളയൊക്കെ സമ്മതിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ തീരുമാനിക്കാമെന്ന് ഭാമ പറയുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്യാമയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ഇനി കുഞ്ഞേച്ചിയെ വിളിക്കുമ്പോൾ കുഞ്ഞേച്ചി വരുമോ, വിഷ്ണുവേട്ടൻ കാണുമോ എന്നുള്ളതൊക്കെ ഓർത്തിട്ട്. തുടർന്ന് പിന്നെ കളക്ടർക്ക് ഇനിയിപ്പോൾ ആ ദിവസം ഒഴിവുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ നമ്മുടെ ചടങ്ങിലേക്ക് വരാനായിട്ടെന്ന് പറഞ്ഞിട്ട് ആ PAയുടെ പേരെന്താണ് എന്ന് പിള്ളയോട് ചോദിക്കുകയാണ്. അന്നേരം അനുപല്ലവി എന്ന് പറയുമ്പോൾ സത്യഭാമ അനുപല്ലവി ഫോൺ ചെയ്യുകയാണ്. ഇതേസമയം അനുപല്ലവിയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിൽ ശാലിനിയെ കൊണ്ട് എന്തൊക്കെ ഫയലുകളോ പിടിപ്പിക്കുകയാണ്. ശാരദാമ്മ അടുത്ത് തന്നെയുണ്ട്. തുടർന്ന് അനുപല്ലവിയുടെ ഫോൺ ബെല്ലടിക്കുമ്പോൾ സത്യാമ്മ എന്നിങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഫോൺ എടുക്കാതെ അനുപല്ലവി ഒരു നിമിഷം മടിക്കുകയാണ്. തുടർന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ശാലിനി പറയുമ്പോൾ നമസ്കാരം സത്യാമ്മ എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയും ശാലിനി ഒരേപോലെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം കളക്ടർ മേഡത്തോടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ചത്തേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് നടക്കില്ല എന്ന്, വേണമെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് നോക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ്, നന്ദി പറയാനാണ്, ഒരു 2 മിനിറ്റ് ഒന്ന് സംസാരിക്കാമോ, സംസാരിക്കാനുള്ള സമയം തരാമോ, പെട്ടെന്ന് വയ്ക്കാമെന്നിങ്ങനെ പറയുമ്പോൾ അനുപല്ലവിയാണെങ്കിൽ ശാലിനിയോട് പറയുകയാണ്, സത്യാമ്മയാണ് 2 മിനിറ്റ് ഒന്ന് സംസാരിക്കണം എന്നുള്ളത്. തുടർന്ന് ശാരദാമ്മ ഇങ്ങനെ ശാലിനി നോക്കുകയാണ്. അത് ശാരദാമ്മ ഇങ്ങനെയൊക്കെ തിരിഞ്ഞ് നിൽക്കുകയാണെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞിട്ട് ഈ ശാലിനി കേൾക്കുന്നില്ലല്ലോ, അങ്ങനെ ഒരു ഭാവത്തിൽ. തുടർന്ന് ശാലിനിയാണെങ്കിൽ അനുപല്ലവിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുകയാണ്. ഫോൺ വാങ്ങി അങ്ങ് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്നേരം വിഷ്ണു എന്താന്നിങ്ങനെ ഭാമയോട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വെയിറ്റ് ചെയ്യുകയാണെന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. എല്ലാവരും ആകാംക്ഷയിലാണ്, ശാലിനി സംസാരിക്കുന്നുണ്ടോ, കളക്ടറുടെ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഉദ്ദേശത്തിൽ. തുടർന്ന് അപ്പുറത്തെ റൂമിലേക്ക് പോകുന്ന ശാലിനിയാണെങ്കിൽ സാരിത്തുമ്പ് കൊണ്ടിങ്ങനെ ഫോൺ മറച്ചിട്ട് സ്പീക്കറിലിട്ടാണ് ഫോൺ സംസാരിക്കുന്നത്. തുടർന്ന് പറയുമെന്ന് പറയുമ്പോൾ നമസ്കാരം കളക്ടർ മേഡം എന്ന് പറയുകയാണ്. തുടർന്ന് എനിക്ക് പിന്നെ ഒരു നന്ദി വാക്ക് പറയാനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് കാണാനാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരാഴ്ചത്തേക്ക് എല്ലാ പ്രോഗ്രാമും ചാർട്ട് ചെയ്തിരിക്കുകയാണെന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി, ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ട് വിഷ്ണു ലോകം എന്നിങ്ങനെ
എന്നിങ്ങനെ പറയുമ്പോൾ ആ വിഷ്ണു ലോകത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ശാലിനി ഓർക്കുന്നുണ്ട്. അതേസമയം ശാരദാമ്മയും ശാലിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, ആ ഒരു ഹോട്ടലിൻ്റെ 6ാം വാർഷികമാണ്, അതിലെ ചീഫ് ഗസ്റ്റായിട്ട് മാഡം വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നിങ്ങനെ പറയുമ്പോൾ, അത് പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു അല്പസമയം മാത്രം മതി ഞങ്ങൾക്ക് വേണ്ടി, ഒരു നന്ദി പ്രകടനം, ഒരു മാലയിട്ട് സ്വീകരിക്കാനുള്ള സമയം അത്രയും മാത്രം മതി. അതുമാത്രമല്ല, അന്ന് ആ വിഷ്ണുലോക ഹോട്ടൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മാഡത്തിൻ്റെ സന്മനസ് കൊണ്ടാണെന്ന് പറയുമ്പോൾ മനസ്സിലായില്ല എന്നിങ്ങനെ ശാലിനി പെട്ടെന്നങ്ങ് പറയുകയാണ്. അതല്ല, അന്ന് കോർപ്പറേഷനിൽ പിന്നെ അത് സർക്കാരിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എൻ്റെ മകൻ വന്നിരുന്നു, മകനെ കാണുക പോലും ചെയ്യാതെ മാഡം സ്റ്റേ ഓർഡർ കൊടുത്തു. അപ്പോൾ മാഡത്തിൻ്റെ മനസ്സിലായിരുന്നെങ്കിൽ ഈ ഹോട്ടൽ പ്രവർത്തിക്കില്ലായിരുന്നു, അതിപ്പോൾ ശ്മശാന ഭൂമി ആയണേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എൻ്റെ കടമയല്ലേ എന്ന് പറയുകയാണ്. അന്നേരം നീതി നടപ്പാക്കേണ്ടത് കടമ തന്നെയാണ്, എല്ലാവരും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് 6 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടൽ പെട്ടെന്ന് സർക്കാർ ഭൂമിയാണെന്ന് പറയുമ്പോൾ അതിലെന്തോ ദുഷ്ടലാക്കുന്നത് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ സ്റ്റേ ഓർഡർ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. തുടർന്ന് അതേസമയം വിഷ്ണു ആലോചിക്കുകയാണ്, അന്ന് അവിടെ സ്റ്റേ ഓർഡറിന് ചെന്നപ്പോൾ വിഷ്ണുവിന് തളർച്ച വന്നതും പിന്നീട് ഒരാൾ സജി എന്ന് പറഞ്ഞ സ്റ്റാഫ് ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോൾ വിഷ്ണു അത് കഴിച്ചതും. അന്നേരം വിഷ്ണു മനസ്സിൽ ഓർക്കുകയാണ്, അപ്പോൾ 6 വർഷങ്ങൾക്ക് ശേഷം താൻ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിച്ചു, അന്നേ എനിക്കത് മനസ്സിൽ ഓർമ്മ വന്നതാണ്, കുടുംബശ്രീയിലെ ഭക്ഷണമാണ് എന്നുള്ളത് എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. വിഷ്ണുവിനാണെങ്കിൽ ഇരിക്കാൻ പുറത്തില്ല, വിഷ്ണു കസേലയിൽ ഇരിക്കുകയോ എഴുന്നേക്കും, ഈ സത്യാവ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് വരുമോ ഇല്ലയോ എന്ന് അറിയാനുള്ളൊരു വെപ്രാളമാണ് വിഷ്ണുവിന്. രാഘവൻ നായരും ബാക്കി എല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷേ ശ്യാമയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. പപ്പിക്കുട്ടി ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗ്രാൻഡായിട്ട് നടത്തുന്ന ഫംഗ്ഷനാണ്, ആട്ടവും പാട്ടവും ഡാൻസും ഒക്കെ, കുട്ടികളുടെ കലാപരിപാടികളും ഒരുപാട് VIP-കളും ഒക്കെ വരും, ഒരല്പസമയം മതി എന്ന് പറയുകയാണ്. പിന്നെ വേറൊരു നന്ദി പ്രകടനം കൂടി എനിക്കുണ്ട്, ഞാൻ പിന്നെ ബോധം കെട്ട് റോഡിൽ കിടന്നപ്പോൾ മാഡത്തിൻ്റെ വാഹനത്തിൽ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലേ ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ ഒരു മനുഷ്യത്വമുള്ള ആരും ചെയ്യും, അതേ ഞാനും ചെയ്തുള്ളൂ എന്ന് പറയുകയാണ്. എന്നാലും ഔദ്യോഗിക വാഹനത്തിലൊന്നും ആരും കൊണ്ടുപോയില്ല, പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ മാഡം അവിടെ നിന്ന് പോയത്, അതൊന്നും ആരും ചെയ്തില്ല. അതുകൊണ്ട് എനിക്കൊരു മാലയിട്ട് സ്വീകരിക്കുന്ന ആ ഒരു സമയമെങ്കിലും, ഒരു ആദരവ് കാണിക്കാൻ അത്ര സമയമെങ്കിലും എനിക്ക് തരണം. സത്യഭാമ ഇങ്ങനെ ആരോടും അപേക്ഷിക്കാറൊന്നുമില്ല, പക്ഷേ എൻ്റെ ജീവൻ രക്ഷിച്ചതും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം തോന്നിയതും ഒക്കെ കൊണ്ടാണ്, അപ്പോൾ അതിനുള്ളൊരു അവസരം എനിക്ക് തരണം, പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്ലീസൊക്കെ ഈ സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അവസാനം ശാലിനി പറയുകയാണ്, ഞാൻ വരാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം താങ്ക് യു മാഡം എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ ആ വിഷ്ണുവിനും ബാക്കി എല്ലാവർക്കും മനസ്സിലാവുകയാണ് കളക്ടർ വരാമെന്നുള്ളത്. തുടർന്ന് ഞാൻ വെച്ചോട്ടെ മാഡം എന്ന് പറഞ്ഞ് സത്യഭാമ ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് കളക്ടർ വരാമെന്ന് സമ്മതിച്ചിടാന്ന് ഇങ്ങനെ ഭാമ സന്തോഷത്തോടെ വിഷ്ണുവിന് പറയുമ്പോൾ വിഷ്ണുവിനൊക്കെ സന്തോഷമാണ്, വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിടെ എല്ലാവരുടെയും മുമ്പിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്, അതാരും ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് സത്യാമ്മയെ ആഘോഷത്തിന് ഞാൻ സത്യയും കൂടി വിളിച്ചോട്ടെ എന്ന് പപ്പി ചോദിക്കുമ്പോൾ, വിളിച്ചോടാ മുത്തേ, നിനക്ക് സത്യം മാത്രമല്ല മോൾക്ക് ഇഷ്ടപ്പെട്ട ആര് വേണമെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞ് പപ്പിയെ ചേർത്ത് പിടിച്ച് മുത്തമൊക്കെ കൊടുക്കുകയാണ്. തുടർന്ന് ആകെ സന്തോഷിക്കുന്ന വിഷ്ണു ആണെങ്കിൽ ആ ഫാമിലി ഫോട്ടോയിലേക്ക് മുഖം മറച്ചിരിക്കുന്ന ശാലിനിയുടെ ഫോട്ടോയിലൊക്കെ നോക്കി സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ ശ്യാമയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് ഫോൺ വെച്ച ശേഷം ഞാൻ എന്താ അമ്മയെ ചെയ്യേണ്ടതെന്ന് ശാലിനി ശാരദാമ്മയോട് ചോദിക്കുമ്പോൾ, ചെല്ലാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പിന്നെ ചെല്ലുക എന്ന് പറയുകയാണ്. അപ്പോൾ സത്യാമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ മാറിയില്ലേ മോളെ, സാഹചര്യങ്ങളൊക്കെ മാറിയില്ലേ, നിന്നോട് തീരാത്ത നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ടെന്ന് അവരിപ്പോൾ എണ്ണി പറഞ്ഞില്ലേ, നീ കാരണമാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടതെന്നും ഭൂമി പിന്നെ ഹോട്ടൽ തിരികെ കിട്ടിയതും ഒന്നൊക്കെ അവർ എണ്ണി ഓരോ കാര്യങ്ങൾ പറഞ്ഞില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, അതൊക്കെ ഞാനാണ് ചെയ്തതെന്ന് അറിയില്ലല്ലോ എന്ന്, അറിഞ്ഞാൽ ദേഷ്യം ആവില്ലേന്ന്. അന്നേരം നീയാണ് ചെയ്തതെന്ന് അറിഞ്ഞാൽ ദേഷ്യം എങ്ങനെ വരും, അതൊക്കെ ചെയ്തത് അല്ലാതെ ആകുമോ, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ ആവില്ലേ, അതൊക്കെ മാറും, നീ ചെല്ലുക തന്നെ വേണം. ഇത് ചിലപ്പോൾ ഒരു നല്ല തുടക്കത്തിനാണെങ്കിലോ അവരുടെ ജീവൻ തന്നെ രക്ഷിച്ചത് നീയല്ലേ, നീ ജീവൻ രക്ഷിച്ചത് കൊണ്ടല്ലേ അവരിപ്പോൾ നിന്നെ വിളിക്കാൻ വരെ ഉണ്ടായത്, അപ്പോൾ നന്ദിയും കടപ്പാടും ഒക്കെ അവർ പറഞ്ഞില്ലേ, അപ്പോൾ ചെല്ലുക തന്നെ വേണം മോളെ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി എന്തോ ആലോചിച്ചിട്ട് ഇങ്ങനെ സമ്മതം മൂളുകയാണ്. തുടർന്ന് ശ്യാമയാണെങ്കിൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ പപ്പിയാണെങ്കിൽ കട്ടിലിൽ മറച്ച് അവിടെ കളിപ്പാട്ടമൊക്കെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. അന്നേരം ഈ കുട്ടിയോട് പറഞ്ഞാൽ കേൾക്കില്ല, അടുക്കി വെക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല, പപ്പി എന്ന് അങ്ങനെ വിളിക്കുകയാണ്. അന്നേരം എന്താ അമ്മയെന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. അമ്മേനെ വിളിച്ചോ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ വിളിച്ചില്ല എന്നിങ്ങനെ കളിയാക്കി തന്നെ തിരിച്ച് ശ്യാമ പറയുകയാണ്. അന്നേരം അപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുകയാണ്. തുടർന്ന് അപ്പോൾ അമ്മ ജയിക്ക് അടിച്ചതാണോ ചോദിക്കുകയാണ്. അന്നേരം അതെന്താ, അത് ജസ്റ്റ് കിഡിങ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതെന്തോന്ന് ചോദിക്കുമ്പോൾ ചളി തമാശ അടിക്കുന്നതിന്
സത്യം അങ്ങനെയാണ് പറയുന്നതെന്ന് പറയുകയാണ്. അന്നേരം അയ്യടി കാന്താരി എന്ന് പറഞ്ഞ് ഇങ്ങനെ കവിളിൽ പിടിച്ച് ഞെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് പിന്നെ ശ്യാമയോട് പപ്പി ചോദിക്കുകയാണ്, ആരെ അമ്മയെ കളക്ടർ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ ഒന്നും പറയാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് ശാലിനിയെ ക്ഷണിച്ചിരിക്കുകയാണ്. ശാലിനി വരുമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്താകും എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോൾ കാണാം. പുതിയ വിശേഷങ്ങൾ ഇത്രയാണ്. ഓക്കെ, താങ്ക് യു.